ഷാനിഫ ഈ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തതിന്റെ പേരിലാണോ ഇത്തരം പ്രശ്നങ്ങൾ? ഗ്ലാമർ വേഷം മാത്രമല്ല, നല്ല രീതിയിലുള്ള വേഷങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്ലാമർ ചെയ്യുന്ന കണ്ടിട്ടാണ് ആങ്ങളമാരെല്ലാവരും കൂടെ ഇവരെ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് കൊട്ടേഷനൊക്കെ കൊടുത്ത എന്നെ അങ്ങ് തീർത്ത് കളഞ്ഞാരെന്ന് പറഞ്ഞ് ഇട്ട ഡ്രസ്സോടെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയണമെന്നുണ്ട്. മരണത്തിന് ഞാൻ കാണാൻ പോയി. ചേച്ചിയുടെ മോനും എല്ലാം ചേർന്ന് എന്നെ തല്ലുവെക്കി ചെയ്തു. എൻ്റെ ആങ്ങളമാരും ചേച്ചിമാരും എല്ലാവരും ഒന്ന് ചേർന്നിട്ട് ഇപ്പം ഈ വരുന്ന 5 നാളെ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ കർമ്മമാണ്. അന്ന് ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന തീരുമാനം എടുത്തോളെ നിനക്ക് ഞാൻ ഈ വീട് തരില്ല. ഇത് വീട് തന്നു കഴിഞ്ഞാൽ ആങ്ങളമാർ നിന്നോട് ജീവനത്തോടെ വെക്കില്ല. അവന്മാരവിടെ ഇരിക്കാനും സമ്മതിക്കില്ല. ദാഹിച്ച് കിടക്കുന്ന അമ്മ, എണീച്ച് നടക്കാൻ പറ്റാത്ത അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ അമ്മ അവിടെ ഒരുപാട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടും കരയുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അച്ഛനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. സ്വന്തം മകൾ നല്ലോണം നോക്കിക്കോളുമല്ലോ, എനിക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചേച്ചിയല്ലേ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ വിളിച്ചു നിർത്തി. ചേച്ചിക്ക് ഞാൻ ഒരു ദിവസം 500 രൂപ വെച്ച് ശമ്പളം കൊടുത്താണ് ചേച്ചീനെ കൂടെ നിർത്തിയത്. അമ്മയെ നോക്കുന്നതിന് മകൾക്ക് ശമ്പളം കൊടുത്തു ഞാൻ. ഇവരെല്ലാവരും എൻ്റെ പൈസ കണ്ടിട്ട് മാത്രമാണ് എന്നോട് സ്നേഹം കാണിച്ചതെന്ന് ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് അച്ഛനെയും തീർക്കും മകളെയും തീർക്കും. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഉത്തരവാദികൾ തന്നെയായിരിക്കും, വേറെ ആരും ഇതിൽ പങ്കില്ല. നമസ്കാരം. നടിയും മോഡലുമായ ഷാനിഫയ്ക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഷാനിഫയുടെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടന്നു. ഷാനിഫയെ മർദ്ദിച്ചു എന്നൊക്കെയാണ് ഷാനിഫ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമസ്കാരം ഷാനിഫ. എൻ്റെ അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ക്യാമറയുടെ മുന്നിൽ വന്നത് തന്നെ. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം മരണത്തിന് ഞാൻ കാണാൻ പോയപ്പോൾ ആങ്ങളമാരും എല്ലാവരും കുടുംബസഹിതം എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ ചേച്ചിയുടെ മോനും എല്ലാം ചേർന്ന് എന്നെ തല്ലുവെക്കി ചെയ്തു. അമ്മയുടെ 5ൻ്റെ അന്ന് നാളെ കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ അവർ എൻ്റെ ആങ്ങളെ വിളിച്ച് പറഞ്ഞു, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെയും അച്ഛനെയും ഞങ്ങൾ ഇവിടെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് ഇന്ന് വീടൊക്കെ അടിച്ച് നീ പണിത വീടൊക്കെ അടിച്ച് നിരത്താൻ പോവുക. ഇനി നീ ഇവിടെ ഇരിക്കണ്ട, വീട് ഞങ്ങളുടെ പേർക്ക് എഴുതി തരേണ്ട വീട് നിൻ്റെ പേർക്ക് തന്നു എന്ന് പറഞ്ഞ് പ്രശ്നത്തിലാണ്. അപ്പം ഞാൻ ശരിക്കും ഷാനിഫ ഇതൊരു കുടുംബ പ്രശ്നമാണല്ലേ? ഇത് കുടുംബ പ്രശ്നം. എന്താ സ്വത്ത് സംബന്ധമായിട്ട് ഷാനിഫയ്ക്ക് തന്ന വീടാണോ? എന്താണിത്? എനിക്ക് എഴുതി തന്ന വീടാണ്. ഇപ്പോൾ ഒരു 5-6 വർഷത്തോളമായി അമ്മയും അച്ഛനും എൻ്റെ കൂടെ വരാൻ തുടങ്ങിയിട്ട്, എൻ്റെ വീട്ടിൽ വന്നു പോകാൻ തുടങ്ങിയിട്ട്. അതുവരെ ഇവർ ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ഒറ്റപ്പെട്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഒരാളെ സ്നേഹിച്ചു എന്നൊരു പേരിൽ വീട്ടുകാരെല്ലാം എന്നെ ഉപേക്ഷിച്ച് ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചു. ആ ഒരു ഇതിൽ തന്നെ പിന്നീട് ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലാതിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്നതെന്ന് കണ്ടപ്പം അമ്മയും അച്ഛനൊക്കെ എൻ്റെ അടുക്ക വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ എല്ലാവരും വരും എന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷത്തോടെ തന്നെ അമ്മയും അച്ഛനെ സ്വീകരിച്ച് അവർ എൻ്റെ അടുക്ക വരാൻ തുടങ്ങി. അവർക്ക് പിന്നെ അസുഖങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഞാനേ നോക്കുകയുള്ളൂ, വേറെ ആരും നോക്കില്ലെന്ന്. അപ്പോൾ അവർ വന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് അമ്മയ്ക്ക് ഒരു 3 വർഷമായിട്ട് ക്യാൻസറാണെന്ന് അറിയുന്നത്. ഞാൻ ആങ്ങളെയും മൂത്ത ആങ്ങളെയും നേരെ ഇളയ ആങ്ങളെ രമേശ് മുരുകൻ എന്ന് പറയും, ഇവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അതുവരെ അച്ഛന് അമ്പലത്തിലെ പൂജാരിയായിട്ട് നിൽക്കുകയായിരുന്നു. അച്ഛന് കിട്ടുന്ന പൈസയൊക്കെ ഇവർ വാങ്ങിയിട്ട് പോകുമായിരുന്നു. ഇവർക്കൊരു 10 രൂപ ഇവർ കൊടുക്കത്തില്ല. പക്ഷേ ഇവരുടെ എല്ലാ ചിലവും നോക്കി ഞാൻ നല്ല രീതിയിൽ എൻ്റെ അച്ഛനമ്മേനെ നോക്കി. ഇവർ ആശുപത്രി കൊണ്ട് അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ ആങ്ങളയുടെ വൈഫ് ശാലിനി എന്ന് പറഞ്ഞ ആങ്ങളയുടെ വൈഫും അമ്മയുടെ ആങ്ങളയുടെ മോള് അനു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് അമ്മയ്ക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ബയോപ്സി എന്ന് പറഞ്ഞ സാധനം കട്ട് ചെയ്തെടുത്തിട്ട് ടെസ്റ്റിന് കൊടുത്തപ്പോൾ ടെസ്റ്റ് കൊടുത്തപ്പോൾ ഇവർ കൊണ്ടുപോയി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. അപ്പോൾ അവർ വെച്ചത് വേറെ ഒന്നുമല്ല, ക്യാൻസർ ബാധിച്ച ഭാഗം ടെസ്റ്റിന് വേണ്ടി കൊടുത്തത് ഇവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പറഞ്ഞു 6 മാസം കഴിഞ്ഞ് പുറത്തെടുക്കാവുള്ളൂ. ഒരു ഡോക്ടർമാരും അങ്ങനെ പറയില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 6 മാസം വരെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ എന്നാണ്. ഒരു രോഗി, ക്യാൻസറായ ഒരു രോഗി പെട്ടെന്ന് കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്കണ്ടേന് ആ സാധനം കൊണ്ട് ഫ്രിഡ്ജിൽ ഏത് ഡോക്ടറാണ് 6 മാസം വെക്കാൻ പറയുന്നത്? അതേത് ഡോക്ടറാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നിട്ട് കേസ് കൊടുത്തിട്ടാണ് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അമ്മേനെ ഹോസ്പിറ്റലിലാക്കിയതും ചികിത്സ നോക്കിയതും എല്ലാ കാര്യവും. അമ്മ സത്യം പറഞ്ഞാൽ മരണത്തിന്
കീഴടങ്ങിയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് അമ്മേനെ അച്ഛനെ നോക്കി അമ്മേനെ രക്ഷപ്പെടുത്തി എടുത്തു. കൊണ്ടുപോകാത്ത ആശുപത്രി ഒന്നുമില്ല, എല്ലാം അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, അച്ഛൻ എല്ലാം കണ്ടുകൊണ്ടായിരുന്നത്. അവസാനം അമ്മയ്ക്ക് കൂടുതലായി എല്ലാം മാറി അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പം വീണ്ടും അവർ നാട്ടിലേക്ക് പോയും വന്നും എൻ്റെ അടുത്തിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു മാസമായിട്ട് അമ്മയ്ക്ക് നാട്ടിൽ പോയി താമസിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നാട്ടിലേക്ക് അച്ഛൻ കൊണ്ടുപോയി. ഒരു മാസമായിട്ട് അവിടെയും ഞാൻ തന്നെയാണ് ചിലവിന് കൊടുക്കുന്നത്, ഇവരെ നോക്കുന്നത്. ഇവരാരും കൊടുക്കാറില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ എൻ്റെ ആങ്ങളമാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഇവരെന്നോട് മിണ്ടാതെ പറയുന്നത്. ഞാൻ സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ കൂടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വന്ന് ഓറ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കഥ പറയുന്ന പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇരുകാലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, പിന്നെ താര മോഹം, അങ്ങനെ 3-4 ഷോർട്ട് ഫിലിം. പിന്നെ കോളനി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഒരു കോ പ്രൊഡ്യൂസറായിട്ടാണ് അത് വർക്ക് ചെയ്തത്. ഞങ്ങൾ 4 പേര് ചേർന്ന് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തു. ഇപ്പോൾ തമിഴിലൊരു പടം, തമിഴ്നാടിൻ കാവൽത്തുര എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടുത്തൊരു പടത്തിൽ നായികയായിട്ട് വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് അത്യാവശ്യം കുറച്ച് പടങ്ങൾ ഞാൻ ചെയ്തു പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാമറും മോഡലിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണോ? ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ഷാനിഫ ഇതിനു മുമ്പ് ടിക്ടോക്ക് ആയിരുന്നല്ലോ. ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് വളരെ വൈറലായ ഒരുപാട് വീഡിയോസ് ഷാനിഫ ചെയ്തു. അതെ, ആ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ ഈ സിനിമയിൽ എത്താൻ കാരണം. അതുകൊണ്ട് ടിക്ടോക്ക് ആണ് എന്നെ സിനിമയിൽ എത്തിച്ചത്. അതിക്ക് മുന്നേ ടിക്ടോക്കിന് ശേഷം ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളിലൂടെ വന്നു. അതെ, റീൽസുകളിൽ കുറേ റീൽസുകൾ വൈറലായിട്ടുണ്ട്. അതും ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണോ? ഗ്ലാമർ വേഷം മാത്രമല്ല, നല്ല രീതിയിലുള്ള വേഷങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്ലാമർ ചെയ്യുന്ന കണ്ടിട്ടാണ് ആങ്ങളമാരെല്ലാവരും കൂടെ ഇവരെ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് കൊട്ടേഷനൊക്കെ കൊടുത്ത എന്നെ അങ്ങ് തീർത്ത് കളഞ്ഞാരെന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ച ആളെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എന്നെ തീർത്ത് കളഞ്ഞാരെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല, സമയമില്ല എന്ന് പുള്ളി ഒഴിഞ്ഞു മാറി. പിന്നെ വീട് വിട്ട് സിനിമയിലെത്തി. അത് പുള്ളി സ്നേഹിച്ചു, ഞങ്ങൾ സ്നേഹിച്ചു എന്നുള്ള പേരിൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ആ നിമിഷമാണ് ഞാൻ സിനിമയിലെത്തുന്നത്. പല സാഹചര്യം കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു. അതെനിക്ക് പറയാൻ താല്പര്യമില്ല, അതെൻ്റെ കുടുംബ വിഷയം, അത് ഞാൻ വിട്ടു. പക്ഷേ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എൻ്റെ ആങ്ങളമാരും ചേച്ചിമാരും എല്ലാവരും ഒന്ന് ചേർന്നിട്ട് ഇപ്പോൾ ഈ വരുന്ന 5 നാളെ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ കർമ്മമാണ്. അന്ന് ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന തീരുമാനം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവരിതേക്ക് പറയുന്നത് ഷാനിഫ ഈ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണോ ഇത്തരം പ്രശ്നം? ചെയ്ത പേരിൽ മാത്രമല്ല, വീട് എഴുതി തന്നു. അച്ഛനമ്മേനെയും ഞാനാ നോക്കുന്നത്. അപ്പോൾ ആ വീട് ആരുടെ പേരിലിരുന്ന വീടാണ്? വീട് ആരുടെ പേരിലാന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും പേരില്ല. അച്ഛനും അമ്മയും ചേർന്ന് എനിക്ക് എഴുതി ആദ്യം നേരെ മൂത്ത ആങ്ങളയ്ക്ക് കൊടുക്കാൻ ഇരുന്നതാ. അപ്പോൾ ആങ്ങള പറഞ്ഞു എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല എന്ന്. ഇവർക്ക് വീട് മാത്രം മതി ആങ്ങളയ്ക്ക്, എന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛനമ്മയും ഞാൻ പറഞ്ഞു എനിക്ക് വീടും വേണ്ട ഒന്നും വേണ്ട. എൻ്റെ അച്ഛനമ്മയുടെ നല്ല കാലത്തും എൻ്റെ അടുത്ത് വന്നു പോയി, അവർക്ക് ഒരു അസുഖം ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോ ഒക്കെ ഇരുന്നോ, പക്ഷേ നിങ്ങളുടെ വീടും വേണ്ട ഒന്നും വേണ്ട. നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് വിട്ടതും ഒന്നും ഇല്ലാതെയാണ്. ഒരു ഇട്ട ഡ്രസ്സോടെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞു വിട്ടു. ഞാൻ പിന്നെ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന്. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ ഇരുന്നോ, നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ വീടോ സ്ഥലമോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് എന്ത് തോന്നിയെന്നറിയില്ല, അമ്മയ്ക്ക് ക്യാൻസർ എന്ന അസുഖം കൂടുതലാണെന്ന് കണ്ടപ്പോൾ ഇവർക്ക് തന്നെ സ്വയം തോന്നി. ഇവർ സ്വന്തമായിട്ട് എനിക്ക് എഴുതി തന്നാണ്. ഇവരെന്നെ എഴുതാൻ വിളിക്കുമ്പോഴാണ് നിനക്കാ ഈ വീട് എഴുതി തരുന്നതെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് ഞാൻ സത്യത്തെ അറിയുന്നത്. അതുവരെ എനിക്കറിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ആങ്ങളമാർക്ക് കൊടുത്തു, അവരടി ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നത്, അവർക്ക് കൊടുത്തു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിക്ക് മുന്നേ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഈ ക്യാൻസർ എന്നുള്ള അസുഖം അറിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞതാണ്, മോളെ നിനക്ക് ഞാൻ ഈ വീട് തരില്ല. എന്താന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വീട് തന്നു കഴിഞ്ഞാൽ ആങ്ങളമാർ നിന്നോട് ജീവനത്തോടെ വെക്കില്ല, അവന്മാരവിടെ ഇരിക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് സഹോദരൻ അപ്പോൾ വീട് തരില്ല എന്ന് പറഞ്ഞത് അമ്മ. കേസുണ്ട്. അപ്പോൾ തുടക്കത്തിലെ അമ്മയുടെ പ്രശ്നം വെച്ച് ഞാൻ കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്ത കാരണമാണ് അമ്മയുടെ അസുഖം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റിയതും ആ സാധനം കിട്ടിയതും. ടെസ്റ്റിന് കളമശ്ശേരി മെഡിക്കൽ കോളേജ്, പിന്നെ ട്രിവാൻഡ്രത്തെ RTC എല്ലായിടത്തും കൊണ്ടുപോയി. ഇവരൊന്നും എടുത്തില്ല. അവിടെ കൊണ്ടുപോയി, പക്ഷെ അവരെടുത്തില്ല. ആ അവസ്ഥയായിരുന്നു അമ്മയുടെ. അത് കഴിഞ്ഞ് അവരെഴുതി തന്നിട്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. അങ്ങനെ
ചികിത്സയായിട്ട് ഈ 3 വർഷമായിട്ട് പോയി. ഡോക്ടർ പറഞ്ഞു 6 മാസം അമ്മ തികയ്ക്കില്ല എന്നാണ് പറഞ്ഞ് ആ നാട്ടിൽ നിന്ന് ആങ്ങളെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്. ആങ്ങളെ അടുത്തുനിന്ന് കൊണ്ടുവരുമ്പം അമ്മ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വീടിന് വേണ്ടി, ഈ വീട് എഴുതിയെടുക്കാൻ വേണ്ടി അമ്മേനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേക്ക് ഭക്ഷണം കൊടുക്കാതെയും ആങ്ങളയുടെ വൈഫ് പട്ടിണിക്കിട്ടിട്ട് പോവുക, ദാഹിച്ച് കിടക്കുന്ന അമ്മ, എണീച്ച് നടക്കാൻ പറ്റാത്ത അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ അമ്മ അവിടെ ഒരുപാട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടും കരയുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അച്ഛനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ആങ്ങളയുടെ വൈഫ് ചെയ്ത പരിപാടി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ അമ്മ ഒപ്പിട്ട് കൊടുക്കില്ല എന്നോർത്ത് വീടിൻ്റെ. അപ്പം വീട് അമ്മയുടെ ഭാഗത്ത് നിന്നേ കിട്ടുകയുള്ളൂ, അമ്മേനെ നോക്കുന്ന കാരണം അമ്മ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട് കിട്ടും എന്നുള്ള പ്ലാനിൽ അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് തന്നെ. അപ്പോൾ അച്ഛന് സങ്കടമായിട്ട് അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ അമ്മേനെ കൊണ്ടുപോയി നോക്കണം, അല്ല അമ്മ മരിച്ചു പോവും, ആ അവസ്ഥയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ നിങ്ങൾ എന്താ എന്നെ അറിയിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അവൻ നോക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ കൊണ്ടുപോയി. പക്ഷെ അവർ ഒരുപാട് രീതിയിൽ അച്ഛനും അമ്മേനെയും ബുദ്ധിമുട്ടിച്ച് ഭക്ഷണം പോലും ഇല്ലാത്ത ഒരു എന്താ പറയുക ആ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ സഖി കെട്ടപ്പോഴാണ് അവരെന്നെ വിളിച്ചറിയിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ ചേച്ചിയുടെ മോൻ ബിജു എന്ന് പറഞ്ഞ പയ്യനുണ്ട്, ഇടുക്കി വണ്ടിപ്പെരിയാറ്. എറണാകുളത്ത് വന്നിട്ട് ഞാൻ 10-13 വർഷത്തോളമായി. അത് വേറെ ജോലിയായിട്ടൊക്കെ വന്നതാണ്. അതിന് ശേഷമാണ് സിനിമയിലെത്തുന്നത്. അപ്പം അച്ഛന് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കാൻ തുടങ്ങി. ഇപ്പം ഈ 1 മാസമായിട്ട് നാട്ടിലേക്ക് അച്ഛൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്തായാലും കൂടുതലല്ലേ, അപ്പം എന്തായാലും അമ്മയ്ക്ക് കുറച്ച് ദിവസം നാട്ടിലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പറഞ്ഞു, അഥവാ അമ്മയ്ക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ കൊന്നു എന്ന് പറഞ്ഞ് ഇവർ കേസെടുക്കും, അതുകൊണ്ട് അത് വേണ്ട. അവരെല്ലാം അങ്ങനെ പ്ലാൻ അച്ഛനോട് പറഞ്ഞേക്കുന്നത്. അവൾ കൊന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു. കാരണം അച്ഛൻ പേടിച്ചിട്ട് അമ്മേനെയും കൊണ്ട് ഇവിടുന്ന് 1 മാസത്തിന് മുന്നേ പോയിട്ട് ഇവിടുന്ന് പോകുമ്പോഴും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നടന്നൊക്കെയാണ് പോയത്, വണ്ടിയിലാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് ഈ കഴിഞ്ഞ ആഴ്ച വരെ അമ്മയ്ക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. ഒരാഴ്ച 8 ദിവസം ആകുന്നതുള്ള അമ്മയുടെ ഈ മരണത്തിന് കാരണം ആ 8 ദിവസം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നോക്കി. അവർ സ്വന്തം ചേട്ടത്തി അവിടെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച 8 ദിവസം കൊണ്ട് എന്നെ വിളിച്ച് പറയും, വെള്ളം ഇറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്. അത്രയും ദിവസം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിരുന്ന എൻ്റെ അമ്മ ഈ 8 ദിവസത്തിനുള്ളിൽ ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ലാതെ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ നോക്കാത്തതിൻ്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അച്ഛനാണ് അമ്മേനെ ലാസ്റ്റ് വരെ നോക്കിയത്. സത്യം പറഞ്ഞാൽ ഞാൻ പൈസ ഇട്ട് കൊടുക്കും, വേണ്ടെന്ന് വാങ്ങിക്കൊടുക്കും എന്നല്ല, അച്ഛനാണ് കൂടുതലും അടുത്തിരുന്ന് എല്ലാ രീതിയിലും അമ്മേനെ ഹെൽപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചിയെ വിളിച്ച് കുറച്ച് ദിവസം അമ്മേനെ നോക്കാൻ നിർത്തി. അടുത്ത പെണ്ണുങ്ങളെ നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്ന കഴിഞ്ഞാൽ സ്വന്തം മകൾ നല്ലോണം നോക്കിക്കോളുമല്ലോ, എനിക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചേച്ചിയല്ലേ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ വിളിച്ച് നിർത്തി. ചേച്ചിക്ക് ഞാൻ ഒരു ദിവസം 500 രൂപ വെച്ച് ശമ്പളം കൊടുത്താണ് ചേച്ചീനെ കൂടെ നിർത്തിയത്. ചേച്ചിക്ക് ഒരു ദിവസം 500 രൂപ വെച്ച് സാലറി കൊടുത്ത്, സാധാരണ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് അമ്മയെ നോക്കുന്നതിന് മകൾക്ക് ശമ്പളം കൊടുത്തു. ഞാൻ ഒരാഴ്ച നിന്നു, അല്ല ഒരാഴ്ച 10 ദിവസം നിന്നു. ആ 10 ദിവസം ഞാൻ ചേച്ചിക്ക് സാലറി കൊടുത്തു, അമ്മേനെ നോക്കി. അത് കഴിഞ്ഞ് അവരെ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, എങ്ങോട്ടും കൊണ്ടുപോകണ്ട, തറവാട്ടിൽ തന്നെ ഇരിക്കട്ടെ, എൻ്റെ വീട്ടിൽ എനിക്ക് എഴുതി തന്ന വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാം കയ്യിലുണ്ട്, അവിടെ തന്നെ ഇരിക്കട്ടെ, ചേച്ചിക്ക് പറ്റുമെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും വെച്ചെടുത്ത് കൊടുക്കുക, നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, വേറെ ആരെയും നിർത്തണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയല്ലേ എന്നോർത്തിട്ട് ചേച്ചീനെ നിർത്തി. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ പൈസ കണ്ടിട്ട് മാത്രമാണ് എന്നോട് സ്നേഹം കാണിച്ചതെന്ന് ഞാൻ ഓർക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം അമ്മ മരിച്ചു, ഇപ്പം ആ വീട് അവർക്ക് വേണം. വീടിന് വേണ്ടി മരണസമയത്ത് ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും എന്നെ ഇവർ തല്ലാനും പിടിക്കാനൊക്കെ തുടങ്ങി. ഇപ്പം അവർ പറയുന്നത് അച്ഛനെയും തീർക്കും മകളെയും തീർക്കും, നിങ്ങളവിടെ അങ്ങനെ ജീവിക്കണ്ടെന്ന് പറയുന്നത്. എന്തെങ്കിലും പരാതി കൊടുക്കുക, പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെടുക? ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവനെ ഇന്നലെ ഇവിടെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പം പോലീസ് പറയുന്നത് നിങ്ങൾ മരണത്തിന് ഇതിൻ്റെ 5-ൻ്റെ അന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഇതിന് പങ്കെടുക്കാൻ വാ, ഞങ്ങൾ ഒപ്പം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെയും കൊണ്ട് പോകണം എന്നാണ് എൻ്റെ പ്ലാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അച്ഛനും ഷാനിഫയും ഉൾപ്പെടെ അവർ പ്ലാൻ ചെയ്തിരിക്കുക. ഈ സ്വത്തിന് വേണ്ടി സത്യം പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഒരു 7 സെൻറ്റേ കാണുകയുള്ളൂ. അതിലൊരു വീടുണ്ട്, ആ വീട് ഞാൻ പണിതതാണ്. ആ വീട് ജോലിയെടുത്ത് പണിതാണ്. പിന്നെ അച്ഛൻ കുറച്ച് ലോൺ എടുത്തു, ഞങ്ങൾ രണ്ടും കൂടി ചേർന്ന് ആ വീട് വെച്ചു.
ഇല്ലെന്ന് പറഞ്ഞില്ല. ആ വീട് വെച്ചത് അത് കാരണം കൊണ്ടാണ്. ആ വീടിന് വേണ്ടി ഇവരാരും 5 പൈസ മുടക്കിയിട്ടുമില്ല. പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ആങ്ങളമാർക്കും ചേച്ചിമാർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റുള്ള തറവാടായിരുന്നു അച്ഛനമ്മയും എനിക്ക് ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തന്നത്. അതായത് ഒരാളെ സ്നേഹിച്ചിറങ്ങി പോയത് കൊണ്ട് വീട്ടിൽ നിന്നും തന്നിരുന്നില്ല. ഒന്നും തന്നില്ല. അവരുടെ അവസാന കാലത്ത് നോക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ എനിക്ക് അത് എഴുതി തന്നു. അപ്പോൾ അച്ഛൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അച്ഛൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛൻ അമ്മേനെ ഓർത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെൻഷനില്ല. അമ്മയ്ക്ക് വയ്യാതായപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ തൊട്ട് അച്ഛനും അമ്മയ്ക്കും സമയത്തിന് ഭക്ഷണമില്ല. അവരെ നോക്കിയിട്ടില്ല ശരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ അവിടെ ഇരിക്കണ്ട, എൻ്റെ കൂടെ പോരേന്ന്. ഇന്നലെ ഈ കർമ്മം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞാൽ 5 കഴിയാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല മോളെ, ഇല്ലെങ്കിൽ 16 കഴിയണം. ജോലി അച്ഛൻ അമ്പലത്തിലെ തിരുമേനിയായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അച്ഛനെ പണി നിർത്തിയത് തന്നെ ഞാൻ തന്നെയാണ്. കാരണം ഇത്രയും പ്രായമായി, ഇനി പണിക്ക് പോകണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ അവർക്ക് ചിലവിന് ഇപ്പോൾ 5000 10,000 ചോദിച്ചാലും ഞാൻ കൊടുക്കാറുണ്ട്. അവർക്കിപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആരും 1 രൂപ 10 രൂപ ഒരു ചായ കുടിക്കാൻ പോലും ഈ മക്കളാരും കൊടുക്കാറില്ല. അപ്പോൾ അതെൻ്റെ അച്ഛനോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം അച്ഛൻ പറയും ആരാ നോക്കുന്നത്, ആരാ എടുക്കുന്നത്, ആരാ സഹായിക്കുന്നതെന്ന് വരെ. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് സാരമില്ല, എനിക്ക് സങ്കടമില്ല. ഞാൻ ഇന്നും മരിക്കണമെങ്കിലും ഞാൻ റെഡിയാണ്. എനിക്കതിന് ഒരു സങ്കടമില്ല. പക്ഷേ അച്ഛനൊരു ബുദ്ധിമുട്ടും വരരുത്, അച്ഛനെ സേഫ് ആക്കണം. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി അച്ഛൻ ചേച്ചിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അച്ഛൻ ഉറങ്ങിയെന്ന് ഓർത്ത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ഇട്ടേക്കുന്നു. ആങ്ങളെയും ചേച്ചിമാരും എല്ലാവരും കൂടെ അവൾ വന്നു കഴിഞ്ഞാൽ അവളെ തീർക്കണം, അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ പണിയും കഴിക്കണമെന്ന്. അപ്പോൾ അച്ഛനത് കരഞ്ഞുകൊണ്ട് രാവിലെ 7 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു മോളെ നീ ഇനി കർമ്മത്തിന് വരണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ കർമ്മത്തിന് ഞാൻ വരാതെ പിന്നെ ആര് വരും ചോദിച്ചു. നീ വന്നു കഴിഞ്ഞാൽ അവർ നിന്നെ കൊല്ലാനും മടിക്കില്ല, നീ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവന് ഭയമില്ല. പക്ഷേ എൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എനിക്ക് കുറച്ച് ദിവസമെങ്കിലും ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ നോക്കാൻ ആരുമില്ല. എല്ലാ മക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛനെ നോക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പോൾ ഇത്രയും നാൾ വളർത്തിയെടുത്ത് വിട്ടെങ്കിൽ അവരെന്നെ കുറച്ച് നാൾ പിരിഞ്ഞു നിന്നെങ്കിൽ ഞാൻ ചെയ്ത് ചെറിയൊരു തെറ്റായിരിക്കും. അച്ഛനമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല, എന്നോട് പിണങ്ങിയിരുന്നു. അതെനിക്ക് തെറ്റല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛനമ്മ എന്നോട് പിണങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്കത് വിഷയമല്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്നോട് അവരെനിക്ക് ആ ശിക്ഷ തന്നേന്നൊക്കെ ഞാൻ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. ആ ദേഷ്യവും വെറുപ്പും ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വലുതാണ്. കാരണം ഒരിക്കലും അച്ഛനും അമ്മേനെയും നമുക്ക് എന്ത് കൊടുത്താലും കിട്ടില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഉത്തരവാദികൾ തന്നെയായിരിക്കും, വേറെ ആരും ഇതിൽ പങ്കില്ല. ഷാനിഫ ഇപ്പോൾ ഒരു മരണഭീതിയിൽ തുടരുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും ന്യായമായ രീതിയിൽ ഇതിന് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛനും അമ്മേനെയും നമുക്ക് എന്ത് കൊടുത്താലും കിട്ടില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഉത്തരവാദികൾ തന്നെയായിരിക്കും, വേറെ ആരും ഇതിൽ പങ്കില്ല. ഷാനിഫ ഇപ്പോൾ ഒരു മരണഭീതിയിൽ തുടരുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും ന്യായമായ രീതിയിൽ ഇതിന് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു.